മോഡി അടക്കമുള്ള വ്യക്തികളെ മന്നത്തിനെ പറ്റി പ്രസംഗിക്കാനും മന്നത്തെ പറ്റി ആദരിക്കാനും കൊണ്ടുവരണം. അല്ലാതെ മക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരെയല്ല. ധനലക്ഷ്മി ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്ത് മാത്രമല്ല, ധനലക്ഷ്മി ബാങ്കിനെ ഉപദ്രവിക്കാൻ അന്നത്തെ മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ചെയർമാനായിരുന്ന പ്രേംജിത്തിനെ നിർബന്ധിച്ചു. മന്നത്തെ ആദ്യം പറഞ്ഞു ധനലക്ഷ്മി ബാങ്കിന് അക്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തതിന് ശേഷം ഉപദ്രവിക്കാൻ പറഞ്ഞു അത് ഗവൺമെന്റ് കാര്യമാണ്, പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് സെക്രട്ടറി പറഞ്ഞു പറ്റില്ല, അങ്ങനെ തോന്നുമ്പോൾ മാറ്റാനും തോന്നുമ്പോൾ വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇയാളെ എന്ന് പറഞ്ഞു അയ്യോ പറ്റില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അയാളുടെ കരകോത്തിലെ ഇലക്ഷൻ ഇല്ല. അടൂര് അയാളുടെ കരകോത്തി അയാൾ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് വെച്ചാൽ അയാളുടെ കരകോത്തിലെ ഇലക്ഷൻ ഇല്ല. അത്ര ചീപ്പാണെന്ന് അറിയാം. സോ ചീപ്പ് എന്ന് പറയില്ലേ. മോഹൻലാൽ ഒരു പടത്തിൽ ഒരു ചീപ്പ് തലയിലേക്ക് വെച്ച് ചീപ്പ് എന്ന് പറയും. അല്ല തലയിൽ ചീപ്പ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാണെന്ന് പറയില്ലേ. എന്ന് പറഞ്ഞതുപോലെ തലയിൽ ചീപ്പ് ഇരിപ്പുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നല്ലതാണ്. വളരെ ചീപ്പായിട്ട് പെരുമാറരുത്. കാരണം വെച്ചാൽ അന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഗുരുവായൂർ ദേവസ്വത്തിൽ ധനലക്ഷ്മി ബാങ്കിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞത്. ധനലക്ഷ്മി ബാങ്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നെങ്കിലും അന്വേഷണമൊക്കെ ഉത്തരവിട്ടെങ്കിലും കള്ള സർട്ടിഫിക്കറ്റോട് ജോലി കയറിയാൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണ്ടേ? അതാണ് നമ്മുടെ കള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് ജോലി കയറി, ശമ്പളവും വാങ്ങിച്ചു. കുറെ കാലം കഴിഞ്ഞ് രാജിവെച്ച് പോയി എന്ന് പറഞ്ഞ് കേസ് ഡിപ്പാർട്ട്മെന്റ് തല കേസ് കിടക്കും, പക്ഷേ പോലീസ് കേസുണ്ട്. ആ കേസ് കൊടുക്കുകയില്ല എന്ന് ഉറപ്പ് കിട്ടി. ഉറപ്പിട്ട് പറഞ്ഞ് ഇനിയിപ്പം ധനലക്ഷ്മി ബാങ്കിനോട് സഹകരിക്കുന്നൊന്നും കുഴപ്പമില്ല. ഏതാ ഓന്ത് മാറണമെന്നൊക്കെ രാവിലെ പറഞ്ഞ് പാറാൻ പറഞ്ഞു. നാളെ ഇന്ന് 12 മണിക്ക് മുമ്പ് എല്ലാ അക്കൗണ്ടും മാറ്റണമെന്ന് പറഞ്ഞു. എല്ലാവരും ഓടിപ്പോയി മാറ്റി പറ്റി നിങ്ങൾ രേഖ പരിശോധിച്ചു. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ രേഖ പരിശോധിച്ചു. മാറ്റി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി തിരിച്ചു കൊടുന്നു. എന്താണെന്നറിയാം, മറ്റൊരു പറഞ്ഞു ഞങ്ങൾ ഇനി ഘടിപ്പിക്കുന്നില്ല, ഞങ്ങൾ പോലീസ് കേസിനോ കാര്യങ്ങൾക്കോ പോവുകയില്ല, ബാങ്ക് സർട്ടിഫിക്കറ്റ് വിഷയം ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇവിടെ സഹകരിച്ചോളുന്നു. ഞാനാണിതിൽ ബുദ്ധിമുട്ടിയത്. ഒരു ദിവസം കൊണ്ട് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ പാവപ്പെട്ട മൈക്രോ ഫൈനാൻസ് എടുത്ത ഒരുപാട് വനിതകളാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടിയത്. പാവപ്പെട്ട വനിതകളാണ് ബുദ്ധിമുട്ടിയത്, വനിതാ സമാജാംഗങ്ങളാണ് ബുദ്ധിമുട്ടിയത്, സംഘങ്ങളിൽപ്പെട്ടവരാണ് ബുദ്ധിമുട്ടിയത്. ഇതെല്ലാം മനസ്സിലാക്കണം. അവനവന്റെ വീട്ടിലെ ഓരോ ഹുങ്ക് കാണിക്കാൻ അവർ കാണിക്കുന്ന തെറ്റിന് അനുഭവിക്കേണ്ടത് പാവപ്പെട്ടവരാണ്, ഈ സ്ത്രീകളാണ്, ഈ സംഘത്തിൽപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളാണ്. ഇതൊക്കെ ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നുള്ളതാണ് വിഷയം. പൂച്ചയ്ക്ക് ഒറ്റയ്ക്ക് മണി കെട്ടണ്ട, എല്ലാവരും പറയണം. ലോകത്തെമ്പാടുമുള്ള നായരോട് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് വന്ന് മന്നത്ത് ആചാര്യന്റെ വേറെ ഡിമാൻഡൊന്നുമില്ല. അവര് ഭരണഘടന ലംഘിക്കുകയോ ജനാധിപത്യം ലംഘിക്കുകയോ എന്ത് വൃത്തിയോടെ കാണിക്കരുത്. പക്ഷേ മന്നത്ത് ആചാര്യനെ ആരാധിക്കാനും അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്യാനും എല്ലാ നായർക്കും അവകാശമുണ്ട്. നായർ മാത്രമല്ല, മന്നത്ത് ആചാര്യനെ ആദരിക്കുന്ന ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും. അവിടെ ജാതി മതങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്. ആ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സബലീകരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ കവാടങ്ങൾ തുറന്നു കൊടുക്കണം സാധാരണക്കാർക്ക്. ലോകത്തെമ്പാടുമുള്ള നായർക്ക്, അമേരിക്കയിലുള്ള ഒരു നായർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ഒരു നായർ കേരളത്തിൽ വന്നാൽ തൻ്റെ കുഞ്ഞുമായി വന്ന് ഇതാണ് നമ്മുടെ ആചാര്യന്റെ സമാധി മണ്ഡപം, ഇവിടെ നമുക്ക് ആരാധിക്കാം. മന്നത്ത് ആചാര്യന്റെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുകയാണ് NSS. എന്താ കാര്യം അറിയാം? മന്നത്ത് ആചാര്യൻ നിർമ്മിച്ച ചങ്ങനാശ്ശേരി NSS ഓഫീസിന്റെ ഒരു രൂപമുണ്ട് നമ്മുടെ മനസ്സിൽ. ചങ്ങനാശ്ശേരി ഹെഡ്ക്വാർട്ടേഴ്സ്, അതിന്റെ മുമ്പിൽ ഒരു സ്മാരകം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിക്ക് പണിഞ്ഞിരിക്കുകയാണ്. കോൺക്രീറ്റ് കെട്ടിടം പണിയാണ് അതിന്റെ മുമ്പിൽ. ഇതെന്നറിയാം, മന്നത്തിന്റെ ആ പഴയ NSSന്റെ എംബ്ലോ എല്ലാം വെച്ചുള്ള ആ മണ്ഡപത്തെ, ആ മന്ദിരത്തെ, ആസ്ഥാന മന്ദിരത്തിനെ മറയ്ക്കാൻ ഫ്രണ്ടിൽ ഒരു ബഹുനില മന്ദിരം പണിയാണ്. അപ്പൊ മന്നത്ത് പത്മനാഭനെ പോലും മറയ്ക്കാൻ ശ്രമിക്കുന്ന, ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു തരം താഴ്ന്ന നേതൃത്വം NSSന് വേണോ വേണ്ടിയോ എന്ന് മാസ്സായിട്ട് ആലോചിക്കണം. ഒന്നും രണ്ടും അല്ല. ഡൽഹിയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരുടെ പാറ്റകളുടെ കൂട്ടായ്മ പോലെ, ആ യുവാക്കളുടെ കൂട്ടായ്മ പോലെ കരുത്തോടെ നായർ ഒന്നിച്ചൊഴുകണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സമാധാനത്തിന്റെ പാതയിൽ സമരം ചെയ്തുകൊണ്ട് മന്നത്ത് ആചാര്യനെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതുപോലെ ഒരു അഭ്യർത്ഥന കൂടി തിരുവനന്തപുരത്തെ നായർ സമുദായം പോകുന്നുണ്ട്. രാജാവിന്റെ തിരുവനന്തപുരത്തെ നായർ, തിരുവിതാംകൂറിലെ നായർ എന്ന് പറയുന്നത് അഭിമാനമാണ്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ യോദ്ധാക്കളാണ്, നായർ പടയാളികളാണ്. തിലകം ചാർത്തി വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ നായരോട് ആ വീട്ടിലെ അമ്മയും സഹോദരങ്ങളും പറയുമായിരുന്നു എന്ന് എൻ്റെ അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പറയും, നിങ്ങൾ മരിച്ച് പടക്കളത്തിൽ വീണാൽ നെഞ്ചിൽ വെട്ടേറ്റ് കിടന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൃതശരീരം ഞങ്ങളുടെ വീട്ടിൽ സംസ്കരിക്കൂ. പുറകിലാണ് വെട്ടേറ്റതെങ്കിൽ നിങ്ങളുടെ ശവശരീരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും തിലകം ചാർത്തി ഭർത്താവിനെയും സഹോദരനെയും മകനെയും യുദ്ധത്തിന് അയച്ചിരുന്നത് നായർ പടയാളികൾ. അതായത് തിരിഞ്ഞു ഓടുമ്പോഴാണല്ലോ പുറത്ത് വിട്ടുകൊടുക്കുന്നത്. തിരിഞ്ഞു ഓടുന്നവന്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട, നെഞ്ചിൽ വെട്ടേറ്റ് വരണം എന്ന് പറയുന്ന നായർ സമുദായം. ധീരമായ മാർത്താണ്ഡവർമ്മയെ, തിരുവിതാംകൂർ രാജാവിനെ, ഡച്ചുകാരെ എല്ലാം ഓടിക്കാൻ കരുത്ത് കാണിച്ച നായർ സമുദായം തിരുവിതാംകൂറിലെ നായരാണ്. ആ
ആവശ്യമില്ലാത്ത കാര്യത്തിന് തുണക്ക് മന്ന ക്ലബിൻ്റെ മുമ്പിലേക്കൊന്നും യാത്ര പോകാൻ ഒരുങ്ങരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കണം. ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ആലോചിക്കണം. നെറികേടിനെ സംരക്ഷിക്കാൻ, സ്വജനപക്ഷപാതത്തെ സംരക്ഷിക്കാൻ, മന്നത്താചാര്യനെ പോലും മഹാനെ വിസ്മൃതിയിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നവരോട് സഹകരിക്കാൻ. ഇത് പറയുന്നത് ഞാൻ ആചാര്യനെ എല്ലാവരും വാക്കുകൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആ പറമ്പി കയറ്റിയിട്ടില്ല. കിടങ്ങൂർ ബാലകൃഷ്ണ സാറിൻ്റെ കാലത്താണ് വാതിൽ തുറക്കാനും അടയ്ക്കാനും നിർത്തിയത്. അപ്പോൾ ചായ കൊടുക്കുമെന്ന് കിടങ്ങൂർ പറയുമ്പോൾ ചായ വാങ്ങിച്ച് കുടിച്ച ഒരുപാട് പേര് ഇവിടെയും പത്തനാപുരത്തും കൊട്ടാരക്കരയിലും കേരളത്തിലെമ്പാടും ഉണ്ട്. ആ നായന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. എല്ലാവരും മരിച്ചില്ല, കുറച്ച് പേരൊക്കെ മരിച്ചു, എല്ലാവരും മരിച്ചില്ല എന്ന് ഓർക്കുക. തിരുവനന്തപുരത്ത് നായർ സമുദായങ്ങളോട് പറയണം, ഇനി ലജ്ജിപ്പിക്കുന്ന സമരത്തിന് നിങ്ങൾ ഇറങ്ങരുത്. മന്നത്താചാര്യന് വേണ്ടി നിങ്ങൾ ഇറങ്ങണം, ശബരിമല അയ്യപ്പന് വേണ്ടി നിങ്ങൾ ഇറങ്ങണം, ആത്മീയതയ്ക്ക് വേണ്ടി ഇറങ്ങണം, ദൈവത്തിന് വേണ്ടി ഇറങ്ങണം. ദൈവത്തിന് ഇറക്കാത്ത പണി കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നീതിബോധമില്ലാത്തവൻ ദൈവത്തെ ശരിക്കപ്പെടുന്നതാണ്. നീതിമാൻ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നീതിമാനെയാണ്. ആ നീതിമാനോടൊപ്പം നിൽക്കാവൂ. ഒരു കാരണവശാലും ഇങ്ങനെ സമരത്തിന് ഇനി ഏത് കുമാർ വിളിച്ചാലും, ഗണേഷ് കുമാർ വിളിച്ചാലും ഇത്തരം നിറയില്ലാത്ത സമരത്തിന് പോകരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക. മന്നത്താചാര്യന് വേണ്ടി നിങ്ങൾ സമരം ചെയ്യും. മന്നത്താചാര്യന് വേണ്ടി മന്നത്താചാര്യൻ്റെ നന്മകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ തെരുവിലിറങ്ങും. അല്ലാതെ ആരെങ്കിലും വിളിച്ചെന്നും പറഞ്ഞിട്ട് ഒരു അഡ്മിഷൻ തരാം, അല്ലെങ്കിൽ മോക്ക് അടുത്തതിൻ്റെ അടുത്ത കൊല്ലം വരുന്ന ഒഴിവ് തരാം ഒന്നും തരൂല്ല എൻ്റെ സുഹൃത്തുക്കളെ. അതെല്ലാം അപ്പോൾ ബന്ധുക്കൾ കൊണ്ടുപോകും. ഒരു മകൻ കഴിഞ്ഞ മാസം പോലും ഒരു മകളുടെ മകനെ ജോലി കൊടുത്തു. ഇതിൻ്റെയൊക്കെ കണക്കുണ്ട്.